ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രവിയും ചന്ദ്രമതിയും കൂടിയിട്ട് ശ്രീകാന്തിനും വർഷയ്ക്കും വേണ്ടിയിട്ട് അവരുടെ റൂം ഒഴിഞ്ഞു കൊടുക്കുകയും അവർ ഹാളിൽ കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് ഒട്ടും സഹിക്കുന്നില്ല. ആ വിശേഷങ്ങൾ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിൽ കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ സച്ചി അവരുടെ അരികിൽ പോയിരുന്നിട്ട് അച്ഛനോടായിട്ട് പറയുന്നുണ്ട്, അച്ഛ ഇത്രയും നാൾ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട അച്ഛന് സ്വന്തമായിട്ടൊരു റൂം വേണ്ടേ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടെന്ന് ചോദിക്കുകയാണ്. എടാ, കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒരു റൂം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും ഒന്നിച്ച് സന്തോഷമായിട്ട് ചുറ്റിനുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു രാജാവിനെ പോലെ ജീവിക്കുന്നത് മാതിരിയാണ്. അങ്ങനെ പറയല്ലേ അച്ഛ, അച്ഛൻ ഞങ്ങളുടെ റൂം എടുത്തോളൂ എന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ, വേണ്ടടാ, ഞങ്ങൾ ജീവിച്ച് ഏകദേശം തീരാനായവരാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ റൂം വേണ്ട എന്ന് പറയണേ. തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്ന് കരുതിയിട്ട് അങ്കിൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കിടക്കുന്നത്? ഇത് എനിക്കൊരു കഷ്ടപ്പാടേ അല്ല. എന്താ അച്ഛ ഇത്? അച്ഛനെ എനിക്ക് ഇങ്ങനെ കാണാൻ വയ്യ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത്, എന്താ അച്ഛ ഇത്? അച്ഛൻ അച്ഛന്റെ റൂമിലേക്ക് തിരികെ പോയെന്ന് സച്ചി വീണ്ടും പറയാണേ. പക്ഷേ രവി അതിന് മറുപടിയായിട്ട് കൊടുക്കുന്നത്, ഇനി ഇതാണ് എന്റെ ഇടം. അത് കഴിഞ്ഞ് സച്ചി ദാ വരുന്ന അച്ഛ എന്ന് പറഞ്ഞിട്ട് രേവതി എന്റെ കൂടെ വന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി റൂമിലേക്ക് പോവാണേ. റൂമിലെത്തിയതിന് ശേഷം എന്താ സച്ചിയേട്ടാ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അച്ഛൻ എന്തായാലും പറഞ്ഞാലും കേൾക്കില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കട്ടിലെടുത്ത് പുറത്തിടാം, നിനക്ക് ഓക്കെ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതെന്ത് ചോദ്യമാണ് സച്ചിയേട്ടാ? അച്ഛനെയും അമ്മയും തറയിൽ കിടത്തിയിട്ട് നമുക്ക് എങ്ങനെ കട്ടിലിൽ കിടക്കാൻ വേണ്ടി തോന്നുക? സുധി ഇങ്ങോട്ട് വാ എന്നുള്ള കാര്യം നമ്മുടെ സച്ചി പറയാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് കട്ടിലെടുത്ത് പുറത്തേക്ക് വെക്കുന്നത് കാണുമ്പോൾ രവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയായി ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ മിണ്ടാതിരിക്കുക അച്ഛ. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് കട്ടിലൊക്കെ പുറത്ത് കൊണ്ടിടുകയാണ്. അത് കഴിഞ്ഞ് രേവതി ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് രവി ചോദിക്കുന്നുണ്ട്, എന്താണ് ഞാൻ പറഞ്ഞ കേൾക്കാതെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ചെയ്യുന്നത്? കട്ടിൽ കൊണ്ടിട്ടതിന് ശേഷം അച്ഛൻ വന്ന് ഇരിക്കുകയെന്ന് പറയണേ. അത് കഴിഞ്ഞ് ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും റൂമിൽ പോയി കട്ടിലെങ്കിലും ഇരിക്കട്ടെ, എന്നെ കൊണ്ട് തറയിലൊന്നും ഇരിക്കാൻ വേണ്ടി പറ്റില്ല. തുടർന്ന് രവി, എന്തായാലും റൂമിന്റെ പ്രശ്നത്തിന്റെ കാര്യത്തിലൊരു തീരുമാനമായല്ലോ, ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പാടില്ല, എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി അച്ഛനും അമ്മയ്ക്കും ചായയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അച്ഛന് ചായ കൊടുക്കുമ്പോഴും പറയുന്നുണ്ട്, അച്ഛൻ ഞങ്ങളുടെ റൂം എടുത്തോളൂ, ഞാൻ ഹാളിൽ കിടന്നോളാം, സച്ചിയേട്ടൻ മുകളിൽ കിടന്നോളൂ. സച്ചിയേട്ടൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛ എന്നുള്ള കാര്യം പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, കേട്ടില്ലേ, അവർ തന്നെ പറയുന്നത് നമുക്ക് ആ റൂം എടുത്താലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി, നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ ചുമ്മാതെ ഇങ്ങനെ ഇരിക്കുവാണ്. സച്ചിയാണെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാർ ഓടിച്ച് ക്ഷീണിച്ചിട്ട് വരിക, അതുപോലെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ മുഴുവൻ പണിയെടുത്തിട്ട് ക്ഷീണിക്കും. അപ്പോൾ രണ്ടുപേർക്ക് സമാധാനമായിട്ട് കിടക്കണ്ടേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ കിടന്നോളാം, അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ കേട്ടോ. തുടർന്ന് അങ്ങോട്ടേക്ക് ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി വരുന്നുണ്ട്. ശ്രീകാന്ത് വരുമ്പോഴേക്കും, എടാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോടാ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് അവിടെ കട്ടിൽ കിടക്കുന്ന കാണുവാണ് കേട്ടോ. എന്താ അമ്മ ഇത് കട്ടിൽ ഇങ്ങോട്ടേക്ക് എടുത്തിരിക്കുന്നത്? ഇത് സച്ചിയേട്ടന്റെ റൂമിലെ കട്ടിലല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട്, അതെ, ഞങ്ങളുടെ റൂമിലെ കട്ടിൽ തന്നെയാണ്. തുടർന്ന് വർഷ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇതെടുത്തിട്ട് പുറത്തിട്ടിരിക്കുന്നത്? ഉള്ളിൽ എന്തെങ്കിലും പെയിന്റിംഗ് വർക്ക് നടക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള കാര്യം പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ ഈ കട്ടിലെടുത്ത് പുറത്തിട്ടിരിക്കുന്നത്? ഇത് കേട്ട് വന്ന ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, ഇത് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്, അവരിനി ഹാളിലാണ് കിടക്കാൻ വേണ്ടി പോകുന്നത്. എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും, നിന്റെയൊക്കെ മക്കളായിട്ട് പ്രസവിച്ചു പോയില്ലേ, അതുകൊണ്ടാണ് അച്ഛൻ റൂം വിട്ട് പുറത്തേക്ക് വന്നത്, നിന്നെ പോലത്തേക്ക് ഒരെണ്ണം മതി, ജന്മം തന്നവര് നടുറോട്ട് കിടക്കണം. സച്ചിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഡാ ചുമ്മാതിരിക്കേ, രാവിലെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നു എന്നുള്ള കാര്യം നിന്റെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അതെ അങ്കിൾ, ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചു, ഇത് വീടാണോ അതോ ജയിലോ വല്ല ലോഡ്ജോ മറ്റോ ആണോ? റൂം പൂട്ടിയിട്ട് ചാവി എടുത്തോണ്ട് പോവാൻ. ഇത് കേട്ട സച്ചി പറയുന്നുണ്ട്, കണ്ട സാധനങ്ങളൊക്കെ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ വീട് പോലെ ഇരിക്കും, ജയില് പോലെ ഇരിക്കാം, മോഷണം നടത്തിയിട്ട് രണ്ടെണ്ണം കയറി വന്നിട്ടുണ്ടല്ലോ. ഹേയ്, മൈൻഡ് യുവർ വേർഡ്സ് എന്ന് വർഷ പറയുമ്പോൾ, എന്താ തെരുവിളിക്കാണോ, എന്താണ് ഇവള് പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സംസാരിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന്. എങ്ങനെ ഉദ്ദേശിച്ചത്? പേപ്പറിൽ എഴുതി വെച്ചതുപോലെ തന്നെ നോക്കി വായിക്കണം എന്നാണോ? തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സച്ചിയുടെ പ്രശ്നം എന്താണെന്ന്? നീ തന്നെയാണടാ എന്റെ പ്രശ്നം, നീ കാരണമാണ് അച്ഛന് ഈ അവസ്ഥ വന്നതെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും, അച്ഛ എന്തൊക്കെ സച്ചിയേട്ടൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സച്ചി, നീ കുറച്ചു നേരം മിണ്ടാതിരിക്കേ. ശ്രീകാന്തേ, ഇപ്പൊ ആര് ഏത് റൂമിൽ നിൽക്കണം എന്നുള്ളതായിരുന്നല്ലോ പ്രശ്നം, ഇനി എന്തായാലും ആ പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ റൂം എടുത്തോളൂ. അച്ഛന്റെ റൂമോ? അപ്പോ അച്ഛനും അമ്മ എവിടെ കിടക്കാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ തലയിലെന്ന് പറയണം സച്ചി. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടനൊന്നും മിണ്ടാതിരിക്കേ.
ശ്രീകാന്തെ, ഞാനും നിന്റെ അമ്മയും ഇവിടെയാണ് കിടക്കാൻ വേണ്ടി പോകുന്നത്. വെറും പായ മാത്രം മതിയെന്നാ വിചാരിച്ചത്. എന്നാ സച്ചിയാണ് അവന്റെ കട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടത്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്തിനും വിഷമാവുന്നുണ്ട് കേട്ടോ. അച്ഛൻ എന്തിനാ അച്ഛൻ പുറത്ത് കിടക്കുന്നത്? അച്ഛൻ അച്ഛന്റെ റൂമിൽ തന്നെ കിടക്കൂ. എടാ, എനിക്ക് എന്ത് കഷ്ടമാണെടാ. അതിന് ഇവിടെ കട്ടിലില്ലേ? ഞങ്ങള് ഇവിടെ കിടന്നോളാം എന്നുള്ള കാര്യം പറയുമ്പോ അമ്മ എന്തൊക്കെയാ ഇത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഞാൻ എന്ത് പറയാനാന്ന് നീ പറയുന്നത്? ഈ വീട്ടിലുള്ളവര് 2 ദിവസത്തേക്ക് പോലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റൂം തരാൻ വേണ്ടി തയ്യാറല്ല. ആ തരത്തില് വെളിയിൽ നിന്ന് വന്നവള് ഒരുത്തനെ മാറ്റി വെച്ചിരിക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കണോ അല്ലേ ചന്ദ്രേ? നീ മിണ്ടാതിരിക്കുക. ശ്രീകാന്തെ, നിങ്ങള് ഞങ്ങളുടെ റൂമിൽ കിടന്നോളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അച്ഛൻ എപ്പോഴല്ലേ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നത്? അച്ഛൻ എന്തിനാ കഷ്ടപ്പെടുന്നത്? അച്ഛന് ആ റൂമിൽ തന്നെ കിടന്നോളൂ, ഞങ്ങള് പുറത്തെവിടെയെങ്കിലും നോക്കിക്കോളാം. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, എന്താ ശ്രീകാന്തെ, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പോരാടിയിട്ട് നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. നീ കൂടുതൽ സംസാരിക്കാതെ ഉള്ളിൽ പോവാൻ നോക്ക്. അപ്പോഴേക്ക് സുധിയും പറയുന്നുണ്ട് കേട്ടോ, ശ്രീകാന്തെ, അച്ഛനൊരു തീരുമാനം എടുത്തില്ലേ, നീ ഉള്ളിലേക്ക് പോ. അതെ ശ്രീകാന്ത്, നിങ്ങൾ എന്തിനാ വെളിയിൽ പോകുന്നത്? നീയും ഈ വീട്ടിലെ പയ്യൻ തന്നെയല്ലേ? വന്ന് 2 ദിവസത്തിനുള്ളിൽ പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ വീട്ടിന് തന്നെയല്ലേ ചീത്തപ്പേരെന്ന് ചോദിക്കുകയാണെ ശ്രുതി. അങ്ങനെയല്ല ചേച്ചി, അതിനു വേണ്ടിയിട്ട് അച്ഛൻ എന്തിനാ കഷ്ടപ്പെടുന്നത്? ഞങ്ങള് നിന്ന പഴയ വീട്ടിലേക്ക് തന്നെ പൊക്കോളാം എന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കേട്ടില്ല അച്ഛ, അവനായിട്ട് തന്നെ പറയുന്നുണ്ട്, അവൻ പൊക്കോട്ടെ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അവൻ എന്തിനാ വെളിയിൽ പോകുന്നത്? കണ്ടവൾമാരൊക്കെ ഇവിടെ കയറി നിൽക്കുന്ന സമയത്ത് എന്റെ മോനെന്താ ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ലേ? ശ്രീകാന്ത്, നീ ഉള്ളിൽ പോ എന്നുള്ള കാര്യം പറയണേ ചന്ദ്രമതി. തുടർന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്, ശ്രീകാന്തെ, ഈ പ്രശ്നത്തിന് ഇതാണ് ഒരു തീരുമാനം. ഞങ്ങൾ ജീവിച്ച് കഴിയാനായവരാണ്, ഇനി കുറച്ച് നാളും കൂടിയുള്ളൂ. അങ്ങനത്തെ ഞങ്ങൾ എവിടെ കിടന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നീ ഉള്ളിൽ പോവാൻ നോക്ക്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് കേട്ടോ, അങ്കിൾ, ഇതെല്ലാം അങ്കിളുടെ തെറ്റാണ്. എന്താ മോളെ നീ പറഞ്ഞെന്നുള്ള കാര്യം രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അങ്കിള് ഒരു തെറ്റ് ചെയ്തു. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടലോട് കൂടി നോക്കുന്നുണ്ട്. തുടർന്ന് സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത്? നീയും നിന്റെ കെട്ടിയവനും കൂടി കൂടിയിട്ട് തെറ്റെല്ലാം ചെയ്തിട്ട് ഇപ്പോ എന്റെ അച്ഛൻ തെറ്റുകാരനാണെന്ന് പറയാണോ? ഈ റൂം വിഷയം വരാനുള്ള കാരണം തന്നെ അങ്കിളാണ്. ഇത് കേൾക്കുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, വർഷ, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛന്റെ റൂം തന്നെ ഒഴിഞ്ഞു തന്നു, എന്നിട്ട് എല്ലാ കുറ്റവും അച്ഛന്റെ മേലിടുവാണോ? അങ്കിളിന് ലോങ് വിഷൻ ഇല്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. എന്തില്ല എന്നാണ് ഇവള് പറയുന്നത് എന്നുള്ള കാര്യം സച്ചി സുധീരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ദീർഘവീക്ഷണം ഇല്ല എന്നാണ് ഇവള് പറയുന്നത്. ഓഹോ, ഇവളെന്താ ഉദ്ദേശിച്ചത്? അച്ഛൻ വളർത്തി വലുതാക്കിയ പയ്യൻ കണ്ടവൾമാരുടെ കൂടെ ഓടിപ്പോകുന്ന അച്ഛൻ നേരത്തെ കണ്ടില്ല, മനസ്സിലാക്കിയില്ല, അതായിരിക്കില്ല ഇവൾ ഉദ്ദേശിച്ചത്. തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ വർഷം നീ ഈ പറയുന്നത് എന്നുള്ള കാര്യം? ശ്രീകാന്ത്, ഐ ഡിഡ്ന്റ് സേ എനിത്തിങ് റോങ്. ഈ വീട്ടില് 3 ആൺപിള്ളേരാണ് ഉള്ളത്. അവര് വളർന്നു വരുമ്പോഴേക്കും അവർക്ക് 3 റൂം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരുമായിരുന്നു. നീ നിന്റെ വീട്ടിൽ നിന്ന് 10 പേരെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാല് ഞങ്ങളിവിടെ 10 റൂം ഉണ്ടാക്കണോ? ഞങ്ങളിവിടെ ഇവിടെ സത്രമാണോ നടത്തുന്നത്? തുടർന്ന് രവി പറയുന്നുണ്ട്, എടാ മിണ്ടാതിരിക്കെ മോളെ, തെറ്റ് തന്നെയാണ്. മക്കള് നമ്മുടെ സംസാരം കേട്ട് ഒരുത്തർക്ക് വിട്ടുകൊടുത്ത് പോകുന്നാണ് ഞാൻ വിചാരിച്ചത്. എന്റെ കണക്കുകൂട്ടിലെ തെറ്റായിപ്പോയി. എന്ത് ചെയ്യാനാ മോളെ, ആ തെറ്റ് ഞാൻ ഇപ്പൊ തിരുത്തി. നിങ്ങള് ഉള്ളിൽ പോ. ശ്രീകാന്ത്, അവളെ കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോ. ഇല്ല അച്ഛ, ഞാൻ വേണമെങ്കിൽ വെളിയിൽ എന്നുള്ള കാര്യം പറയുമ്പോൾ എടാ, ഞാൻ ഇപ്പൊ പറയുന്ന ഒരു കാര്യമെങ്കിലും നീ കേൾക്കുക എന്നുള്ള കാര്യം കേട്ടോ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ശ്രീകാന്ത് അങ്കിള് പറയുന്നത് കേട്ടില്ലേ? അവർക്ക് പ്രശ്നമില്ല എന്നുള്ള കാര്യം, വാ നമുക്ക് ഉള്ളിലേക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ കൂട്ടിയിട്ട് വർഷം അവിടെ നിന്ന് പോവാണ് കേട്ടോ. അവർ 2 പേരും പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സച്ചി രവിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, അച്ഛ, അവൾ എന്ത് വർത്താനം പറഞ്ഞിട്ടാ പോയെന്നുള്ള കാര്യം ഞാൻ കേട്ടില്ലേ? അവള് നമ്മുടെ വീട്ടിലേക്ക് സെറ്റ് ആവില്ല എന്നുള്ള കാര്യം ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്. എടാ, രേവതിയും കൂട്ടിയിട്ട് ഉള്ളിൽ പോയെന്നുള്ള കാര്യം പറയുമ്പോ എന്റെ സംസാരം അല്ലെങ്കിൽ ആര് കേൾക്കാനാ? ഈ പെണ്ണ് കാരണം ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നം വരും, അപ്പൊ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവാണ് കേട്ടോ. രേവതി അതിന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ചന്ദ്രമതി പറയുന്നുണ്ട്, എന്താണാവോ ഇങ്ങനെയൊക്കെ ആയി തീർന്നത്? അവസാനം നമ്മുടെ വീട്ടിൽ നമുക്ക് റൂമില്ലാണ്ടായി, നമ്മൾ നടുവിലെത്തിയ അവസ്ഥയായി. എപ്പോഴും നമ്മൾ വീട്ടിനുള്ളിൽ തന്നെയല്ലേ നിൽക്കുന്നത്? നീയല്ലേ 3 മരുമകൾക്ക് ചുറ്റും ജീവിക്കണം എന്ന് ആഗ്രഹിച്ചത്? ഒന്നാമത്തെ മരുമകൾ അവിടെ, രണ്ടാമത്തെ മരുമകൾ ഇവിടെ, മൂന്നാമത്തെ മരുമകൾ പുറകിൽ നിന്നുള്ള കാണിക്കാണ് കേട്ടോ. നീ അമ്മായിമ്മയായിട്ട് നടുവിലും. ഞാൻ സത്യമല്ലേ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ. നമ്മുടെ ചന്ദ്രമതി നോക്കി പേടിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോ ചിരിയാണല്ലേ വരുന്നത്? എനിക്കത്ര ചിരിയൊന്നും വരുന്നില്ല. എല്ലാവരും ഒരു വീട്ടിൽ നിൽക്കണമെന്നല്ലേ നീ ആഗ്രഹിച്ചത്? അതിപ്പോ നടന്നില്ലേ? അത് കഴിഞ്ഞ് ചന്ദ്രമതി പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരുമോ എന്നുള്ള കാര്യം അറിയില്ല. ഈ മഴക്കാലത്ത് എത്രയോ പേര് വീടില്ലാതെ നിൽക്കുന്നു. അവര് താർപ്പായ്ക്കിടയിൽ അടിയിലൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. നമ്മള് വീട്ടിനുള്ളിലല്ലേ ഉള്ളത്. നമ്മുടെ മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിനും ഉണ്ട്. നാളെ അവർക്ക് മക്കളുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺമുമ്പ് തന്നെ അവരൊക്കെ ഓടി കളിക്കും.
അത് വിചാരിച്ച് നീ സന്തോഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോവാണേ. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും വേണ്ടിയിട്ടാണ്. അത് മനസ്സിൽ വിചാരിച്ചും കൊണ്ട് സമാധാനമായിട്ട് വന്ന് കിടന്നുറങ്ങാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് രവി കിടന്നുറങ്ങാണേ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ചന്ദ്രമതിയുടെ കുറച്ച് അഹങ്കാരം കുറഞ്ഞിട്ടുണ്ട്. കാരണം സ്വന്തം റൂമിൽ പോയല്ലോ, അപ്പോൾ ഒരെല്ലാം ഒടിഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. ഇതിന്റെ ബാക്കി വിശേഷം കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്